ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. വിജയം ഉറപ്പിച്ചു എന്ന് വേണം പറയാൻ. വീടിനെ വനവാസത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ ശശീന്ദ്രനെ എലത്തൂരിലെ ജനത വനവാസത്തിലേക്ക് അയച്ച കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഡയലോഗായി അത് മാറും. വി ഡി സതീശന് വനവാസത്തിന് പോകാനുള്ള വനം ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ വനം വകുപ്പ് മന്ത്രിയെ നിലം തൊടിയിച്ചിട്ടില്ല വിദ്യാ ബാലകൃഷ്ണൻ. AK ശശീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതത്തിന് ഇവിടെ കർട്ടൻ വീഴുക കൂടിയാണ്. ഇനി ഒരു അംഗം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഒരു തിരിച്ചുവരവ് NCP പോലൊരു പാർട്ടിക്കും എലത്തൂർ പോലൊരു മണ്ഡലത്തിൽ ഉണ്ടാവില്ല. ഈ എലത്തൂർ മണ്ഡലം അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റെടുക്കാനാണ് എല്ലാ സാധ്യതയും. ആ തരത്തിൽ NCP ഒക്കെ ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവ് എങ്ങനെ എന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ നേരിടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. NCP എന്ന് പറയുന്നെങ്കിലും അത് AK ശശീന്ദ്രന്റെ മാത്രം തീരുമാനം. മന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അദ്ദേഹം പ്രതിരോധം സൃഷ്ടിച്ചു. മുഖ്യമന്ത്രിയുടെ സഹായം ഉണ്ടായിരുന്നു. മന്ത്രിസ്ഥാനത്ത് തുടർന്നു. ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ കലാപം ഉണ്ടായിട്ടും എനിക്ക് തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ മത്സരിച്ച് എലത്തൂർ പോലൊരു സീറ്റ് കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ ആളാണ് AK ശശീന്ദ്രൻ. എലത്തൂർ പോലെ കൈവെള്ളയിൽ CPM വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ്. കോഴിക്കോട് എല്ലാം തോറ്റപ്പോൾ പിന്നെ എലത്തൂർ മാത്രമായിട്ട് മാറി നിൽക്കണം.